അടുത്ത സമയം വരെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു കോമ്പിനേഷൻ ഓഫ് അതിഥികൾ, കോമ്പിനേഷൻ ഓഫ് ഗസ്റ്റ്. അതാണ് ഇന്ന് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. അതായത് നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമൂഹത്തിൽ ഉന്നതമായ അല്ലെങ്കിൽ ഉച്ചത്തിൽ എല്ലായ്പ്പോഴും സംസാരിക്കുന്ന അവരുടെ യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ്റെ എല്ലാമെല്ലാമായ ശ്രീ ജാസ്മിൻ ഷാ. ഒപ്പം അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലെല്ലായ്പ്പോഴും ഏറ്റവും നിർണായകമായ ഭാഗമാകുന്നത് ഇവിടുത്തെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഇവിടുത്തെ ഹെൽത്ത് കെയർ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ കേരള ക്ലസ്റ്റർ CEO ശ്രീ ഫർഹാൻ യാസിൻ. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ഒന്നിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തൊന്നും കാണാൻ കഴിയാത്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നു നഴ്സസ് സംഘടനയുടെ പ്രതിനിധിയും ഒപ്പം ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ മേധാവിയും, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ മേധാവിയും ഒന്നിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് ഇൻ്റർനാഷണൽ നഴ്സസ് ഡേയുമായി അനുബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. നമ്മുടെ സമൂഹത്തിലെ നഴ്സുമാർ ഇന്ന് ഹാപ്പിയാണോ? രണ്ടുപേരോടും ചോദിക്കുകയാണ്. കാവ്യ പറഞ്ഞ പോലെ ഇതൊരു വേറിട്ടൊരു അനുഭവമാണ്. അതെ. ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മനസ്സിൽ വരുന്നത് 2016-17 കാലഘട്ടമാണ്. അന്ന് മാനേജ്മെൻറ്റും നഴ്സസും തമ്മിലൊരു ഭയങ്കരമായൊരു കോൺഫ്ലിക്റ്റും ആശുപത്രികൾ നിശ്ചലമായി പോകുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നഴ്സസിന് ഏറ്റവും കുറഞ്ഞ വേതനം കിട്ടിക്കൊണ്ടിരുന്നൊരു സാഹചര്യം കൂടിയായിരുന്നു. അന്ന് ശ്രീ ജാസ്മിൻ ഷായുടെ ഒരു നേതൃത്വത്തിലൊരു UNA സംഘടനയും അന്ന് മാനേജ്മെൻറ്റ് പ്രതിനിധീകരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനുപരി അതിലൊരു നല്ല കാലം വന്നു എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വളരെ സന്തോഷമാണ് ഇന്ന് ഈ നഴ്സസ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനെ പോലൊരു വ്യക്തിയുടെ കൂടെ ഇങ്ങനൊരു സംഭാഷണം, അതിലൊരു നല്ലൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു തുടക്കമാകുവാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2017 വരെ ഫർഹാൻ ഭായി പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ കണ്ടാൽ മിണ്ടാത്ത അല്ലെങ്കിൽ കണ്ടാൽ സംസാരിക്കാത്ത ഒരു ചർച്ചയ്ക്ക് പോലും മുഖാമുഖം ഇരിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 2016 നമ്മൾ തുടങ്ങിയ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതായത് 20,000 രൂപ അടിസ്ഥാന ശമ്പളമായി കെട്ടണം, അല്ലാതെ തൊഴിലെടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്ത. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭയാശങ്കയും അടിമത്തം ഒക്കെ വലിച്ചെറിയാൻ തീരുമാനിച്ചൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഫർഹാൻ നമ്മോട് ഇരിക്കുമ്പോൾ പോലും പരിചയപ്പെടുന്ന പോലും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു ഭാഗത്ത് മാനേജ്മെൻറ്റ് വക്താവായിട്ട് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഫർഹാൻ ഭായിയൊക്കെ അപ്പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നു, ഇപ്പുറത്തുനിന്ന് നമ്മുടെ പ്രതികരണം ഉണ്ടാകുന്നു. അങ്ങനെ രൂക്ഷമായ ഏറ്റുമുട്ടലും ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു ഇതൊരു അനാവശ്യമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്, പരസ്പരം ഒരു ചർച്ചകളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. അങ്ങനെ മാത്രമല്ല, മാനേജ്മെൻറ്റ് അസോസിയേഷൻ തന്നെ 2 വിഭാഗമുണ്ടാകുന്നത് നഴ്സുമാർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുക എന്നുള്ളത്. കാരണം അന്നൊക്കെ ഇടയിൽ നിന്ന പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷനെ 2 വിഭാഗമായിട്ട്, അതായത് നഴ്സുമാരോട് നഴ്സിംഗ് സെൻറ്റേഡ് അപ്രോച്ച് എടുക്കുന്ന ഒരു മാനേജ്മെൻറ്റും നഴ്സുമാർക്ക് ആനുകൂല്യം കിട്ടണം, ഒരു മാന്യമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന അതിനൊക്കെ നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഒരു 5 വർഷം മുൻപ് വരെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരിക്കലും ഐക്യത്തോടു കൂടി ഇരിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചരിത്രമാണ്. ഇന്ന് നഴ്സുമാർ ഹാപ്പിയാണോ? അല്ല, അങ്ങനെ ഹാപ്പി എന്ന് പരിപൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 20,000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇപ്പോൾ മികച്ച രീതിയിൽ കൊടുക്കുന്ന ആശുപത്രികളുണ്ട്. അപ്പോൾ നമ്മൾ ഈവൻ ഒരു വർഷം മുമ്പ് വലിയൊരു സമരം നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു 10,000 രൂപ വരെ ഇടക്കാലാശ്വാസം നേടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 3 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തണമെന്നാണ് മിനിമം വേജ് ആക്ട് പറയുന്നത്. അപ്പോൾ 2017 ഇപ്പോൾ ഫർഹാൻ ഭായിക്കൊക്കെ അറിയാം, മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ പറഞ്ഞത് 2019 ആ സമരം 20,000 രൂപ ഒത്തുതീർപ്പാക്കുന്നു. അവർ പറയുന്നതിനുണ്ട് 2020 പുതിയ ശമ്പള പരിഷ്കരണം വരും, നിങ്ങൾ ഒറ്റയടിക്ക് അന്ന് 10,000 രൂപയായിരുന്നു അതിന് മുന്നത്തെ ശമ്പളം, അവിടെ നിന്ന് 20,000 രൂപയിലേക്ക് ഒരു ജമ്പ് വരുമ്പോൾ അത് ആശുപത്രിയുടെ ഒരു ഘട്ടം ഘട്ടമായിട്ട്. പക്ഷെ നമുക്ക് നോക്കിയാൽ 2019 ശേഷം അല്ലെങ്കിൽ 18 ഏപ്രിൽ 23 ആ ഉത്തരവിറങ്ങുന്നത്. അതിനുശേഷം 2025 3 തവണ ശമ്പളം പരിഷ്കരണ സമയമായിട്ട് ഒരു തവണ പോലും ശമ്പളം പരിഷ്കരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഒരു ബാർബർ ഷോപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അവിടെ എല്ലാ ജനുവരി 1 ശമ്പളം വർദ്ധിപ്പിക്കും, ഓട്ടോ കൂലി എല്ലാം. കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് സകലമാന വിലയും വർദ്ധിപ്പിച്ചപ്പോൾ പോലും യഥാർത്ഥത്തിൽ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണം സർക്കാർ നടന്നില്ല. ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളല്ല യഥാർത്ഥത്തിൽ നഴ്സുമാർക്ക് ആവശ്യം. അവർക്ക് കൃത്യമായി ഇപ്പോൾ നമ്മുടെ കൊറോണ സമയത്ത് വലിയ
പുകഴ്ത്തലുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ അതുകൊണ്ടൊരു കുടുംബം കഴിഞ്ഞു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നഴ്സുമാർക്ക് ഇവിടെ നിന്ന് അതിർത്തി വിട്ടാൽ ജീവിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ ഒരു 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 കുറച്ചും കൂടി റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് മാറുന്നതുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം മൂവ് ആവുന്നത്. ഇപ്പോഴും നോക്കിയാൽ മതി, ഇപ്പോഴും നഴ്സുമാരുടെ ഷോർട്ടേജ് കൊണ്ട് ആശുപത്രികൾ നിൽക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ള ഒരു കാറ്റഗറി. ഇപ്പോൾ കുറേ മാനേജ്മെൻറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് ഔട്ട്കം എത്ര നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നഴ്സിംഗ് പരിചരണം മോശമാണെങ്കിൽ ഔട്ട്കമ്മിനെ അത് ബാധിക്കും. തീർച്ചയായും ഇത് സത്യാവസ്ഥയായ കാര്യമാണ്. ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന സത്യാവസ്ഥയാണ്. കാരണം ഡോക്ടേഴ്സ് ഇടുന്ന ഓർഡേഴ്സ് പരിപൂർണമായിട്ട് പാലിക്കേണ്ടത് നഴ്സസ് തന്നെയാണ്. അതെ അതിൽ വീഴ്ച സംഭവിച്ചാൽ പേഷ്യൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റിനെ അത് ബാധിക്കും. അതെ അപ്പം ഇന്നത്തെ കാലത്ത് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് പരിപൂർണമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് എടുക്കണം. ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെയാണ്. എമർജൻസി മെഡിസിൻ നഴ്സിംഗ് അവർക്ക് കുറേയും കൂടി അവർ ആ ഒരു അത്യാഹിത വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു സിക്ക് പേഷ്യൻ്റ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ആ പേഷ്യൻറ്റിനെ വാർഡിലേക്കോ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും മുന്നേ സ്റ്റേബിൾ ആക്കാനുള്ള കാര്യങ്ങൾ, അത് ഡോക്ടേഴ്സിനൊപ്പം തന്നെ അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് ശരിക്കും ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഡോക്ടേഴ്സ് പോലെ തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഉണ്ട്, ന്യൂറോളജിസ്റ്റ് ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്. ഇവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി നഴ്സസ് വേണം, ഗ്യാസ്ട്രോഎൻട്രോളജി ട്രെയിൻഡ് നഴ്സസ് വേണം, കാർഡിയോളജി ട്രെയിൻഡ് നഴ്സസ് വേണം. കാരണം എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അവിടെ സംഭവിക്കുകയുള്ളൂ. അപ്പം ആ രീതിയിലൊരു അപ്രോച്ചാണ് ഞാൻ പണ്ടുതൊട്ടേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും. അവർക്ക് ആ രീതിയിൽ ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ അത് എവിടെ പോയാലും, അവർക്കിപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നിന്നല്ല ലോകത്ത് എവിടെ പോയാലും അതിൽ മുന്നോട്ട് കയറി പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നഴ്സിംഗ് അസോസിയേഷൻ എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ അവരെ അറിയണം. തീർച്ചയായിട്ടും ഇപ്പോൾ കാർഡിയോളജി നേഴ്സ് ആണെങ്കിൽ കാർഡിയോളജി നേഴ്സ് ആരാണെന്ന് ജനങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് അറിയുന്ന പോലെ തന്നെ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സസ് അറിയണം. കാരണം ജനങ്ങൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ തുല്യ പങ്ക് അവരുടെ ഉണ്ട്. അതെ ഡോക്ടർ ശരിയാണ്, ഡോക്ടർ എപ്പോഴും ഒരു പ്രാധാന്യമുള്ള വ്യക്തി തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഓർഡേഴ്സ് പാലിക്കുന്ന നേഴ്സസും തുല്യ പ്രാധാന്യമാണ് ഹെൽത്ത് കെയർ ഇക്കോ സിസ്റ്റത്തിൽ. ജാസ്മിൻ ഷേർ, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പം BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയ ഒരു നേഴ്സ് പൂർണ്ണമായിട്ടില്ല ഇപ്പോഴും, അവർക്കൊരു കണ്ടിന്യൂസ് ട്രെയിനിങ് ഹോസ്പിറ്റൽസിൽ കൊടുക്കണം. അതിനൊരു സർട്ടിഫിക്കേഷൻ കൂടി വരണം. ഒരു ക്വാളിഫൈഡ്, ഇപ്പം നിങ്ങൾ BSc നഴ്സിംഗ് ക്വാളിഫൈഡ് ആയതിൻ്റെ മുകളിൽ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ പോലെ നഴ്സിംഗ് മേഖലയിൽ കൊണ്ടുവന്നാൽ കുറേയും കൂടി അവർക്കും ജീവിതത്തിൽ നല്ലൊരു സാലറി ഹൈക്കിനും ഒക്കെ സാധ്യതയുള്ള രീതിയിൽ ഒരു വളർച്ചയുണ്ടാവും. ഇപ്പം ഒരു MBBS ഡോക്ടറും ഒരു കാർഡിയോളജിസ്റ്റും ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. അല്ലെങ്കിൽ MBBS കഴിഞ്ഞ് അദ്ദേഹം MD ജനറൽ മെഡിസിൻ എടുക്കുന്നു, DM കാർഡിയോളജി അങ്ങനെ പോകുന്നു. നഴ്സസിന് BSc കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു എസ്കലേഷൻ ഇല്ല. MSc ഉണ്ടാവും, കുറച്ച് പേര് MScയിലേക്ക് പോകും, പിന്നെ ടീച്ചിങ് കോഴ്സിന് പോകും. പക്ഷേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സും കൂടി നടത്തേണ്ട ഒരു ആവശ്യം നമുക്കിപ്പോൾ ആയിട്ടുണ്ടെന്നുള്ളതാണ്.